PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യം തന്നെ നമ്മൾ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്ന വർഷമാണ് 1938. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത്. 1938 ഹരിപുരയിൽ വച്ചുള്ള INC സമ്മേളനത്തിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്. 1938 ഹരിപുര INC ഹരിപുര സമ്മേളനത്തിൽ വച്ചാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത്. ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നതിൻ്റെ തുടർച്ചയായിട്ട് 1946 ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റി 1938 ഹരിപുര സമ്മേളനത്തിൽ വച്ച് നിലവിൽ വന്നു. അതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അതിൻ്റെ തുടർച്ചയായിട്ട് 1946 ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. അതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ച കാലയളവ് ചോദിച്ചു കഴിഞ്ഞാൽ 1948-49 ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ചത് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ. ഓക്കെ, ഇനി ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു നെഹ്റു ആണ്. നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. 1950 മാർച്ച് 15 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? യോജനാ ഭവൻ ന്യൂഡൽഹിയിലാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നു. മറ്റ് അംഗങ്ങൾ, അധ്യക്ഷൻ, പ്രധാനമന്ത്രി, മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ആസൂത്രണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പദ്ധതികളുടെ തയ്യാറാക്കൽ, അതുപോലെ നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കൽ. നടത്തിപ്പ് എന്നിവ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കലാണ് ആസൂത്രണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു മാതൃക ആശയം എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസ്ഥാനം യോജനാ ഭവൻ ന്യൂഡൽഹി. പ്രധാനമന്ത്രിയാണ്
ആയിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും, കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ചുമതലകൾ എന്തൊക്കെയാണ്? പദ്ധതികളുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന മാതൃക നമ്മൾ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി ഈ ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യുന്നത് എന്തിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്തിരുന്നത്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. ഒരു ഉപദേശക സമിതിയാണ്, അഡ്വൈസറി ബോർഡാണ്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത്, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1965 PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിലിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. നാഷണൽ പ്ലാനിംഗ് കൗൺസിലിൻ്റെ അല്ല, ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ആര്? നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു നെഹ്റു. ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നെഹ്റു ആണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. അവസാന അധ്യക്ഷൻ, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്ര മോദി ആയിരുന്നു. നരേന്ദ്ര മോദി ആയിരുന്നു. ഇനി മറ്റ് അംഗങ്ങൾ, ആസൂത്രണ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷൻ നെഹ്റു, ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണെന്ന് പറഞ്ഞു. മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C.D. ദേശ്മുഖ്, V.T. കൃഷ്ണമാചാര്യ, അതുപോലെ G.L. മേത്ത, R.K. പട്ടീൽ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. ആസൂത്രണ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? C.D. ദേശ്മുഖ്, V.T. കൃഷ്ണമാചാര്യ, G.L. മേത്ത, R.K. പട്ടീൽ എന്നിവരാണ്. ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നത് ഗുൽസാരിലാൽ നന്ദ, അവസാനത്തെ അധ്യക്ഷനായിരുന്നത് നരേന്ദ്ര മോദി എന്നിവരാണ്. അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണ്ടേക് സിംഗ് അലുവാലിയ ആണ്. അലുവാലിയ ആണ് അവസാന ഡെപ്യൂട്ടി ചെയർമാൻ. ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇനി ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്ന ചില പേരുകളുണ്ട്. സമാന്തര ക്യാബിനറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്ന പേരുകളാണ് സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. സാമ്പത്തിക ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പോൾ സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്
റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2001 ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 2001 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ്സ് നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1967 നിലവിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നു. ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് EMS ആണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? EMS ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആയിരുന്നു MK ഹമീദ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ആദ്യത്തെ അധ്യക്ഷനായ മുഖ്യമന്ത്രി ആരാണ്? EMS ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? MK ഹമീദ് ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? EMS ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദ് ആയിരുന്നു. ഇനി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതി എന്നുള്ളതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC. ഓക്കെ, അപ്പോൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1952 ഓഗസ്റ്റ് 6 രൂപീകരിക്കുന്നത്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1952 ഓഗസ്റ്റ് 6 ഇതൊരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി ബോർഡാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് 5 ഇയർ പ്ലാൻസിന് അന്തിമ അനുമതി നൽകുക എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്, ദേശീയ വികസന സമിതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദേശീയ വികസന സമിതിയുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ് ആസ്ഥാനം. ചെയർമാൻ ആരായിരുന്നു? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ. ആദ്യം ചെയർമാനായ വ്യക്തി ആരാണ്? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952 ഓഗസ്റ്റ് 6 നിലവിൽ വന്നു. അതൊരു ഉപദേശക സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവൻ. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആദ്യ ചെയർമാനായത് ആരാണ്? നെഹ്റു ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 നവംബർ 8 മുതൽ 9 ദിവസങ്ങളിലായിട്ടാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ചെയർമാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും. മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിമാർ ഉണ്ടായിരിക്കും. സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ
അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ചേർന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ആരൊക്കെയാണ്? അധ്യക്ഷനായ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ എന്നിവരടങ്ങുന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഈ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ച വർഷമാണ് 1967 ഒക്ടോബർ 7. 1967 ഒക്ടോബർ 7 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ചു. ഈ പുനഃസംഘടിപ്പിച്ച കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. ആരാണ്? 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ ഒരു കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് week 1 week 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ, ഒരു പരീക്ഷ പോലെ. ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCERT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCERT ആണ് കേട്ടോ. ന്യൂ SCERT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCERTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCERTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക.
അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. അപ്പോൾ നീതി ആയോഗ് എന്ന് പറയുന്നത് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ്. ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് എന്ത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ആരുടെ ശുപാർശ പ്രകാരമാണ്? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ചിബ്ബറിന്റെ നിർദ്ദേശപ്രകാരമാണ്. അജയ് ചിബ്ബർ. ഓക്കെ, ആരാണ് അജയ് ചിബ്ബർ? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ചിബ്ബറിന്റെ ശുപാർശ പ്രകാരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നോർക്കുക. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. നീതി ആയോഗിന്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കുന്നതാണ്. പൂർണ്ണ രൂപം എന്താണ്? നീതി ആയോഗ് എന്നല്ലേ പറയുന്നത്? നീതി ആയോഗ് എന്നാണ് നമ്മൾ പറയുന്നത്. നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് കേട്ടോ. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നുള്ളതാണ് നീതി ആയോഗ് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇതും ഒരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി ബോർഡാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നീതി ആയോഗിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, പൂർണ്ണ രൂപം ആരുടെ നിർദ്ദേശപ്രകാരമാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആരാണ് അധ്യക്ഷൻ? നീതി ആയോഗിൻ്റെ അധ്യക്ഷനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ് അധ്യക്ഷനായിട്ട് വരുന്നത്. പിന്നെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുണ്ട്. ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെല്ലാം ചേർന്നതാണ് എന്ത്? നീതി ആയോഗ്. പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും കൂടെ ചേർന്നൊരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് എന്താ? നീതി ആയോഗാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ, ഒന്ന്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള കുറേയധികം പരീക്ഷകളിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ: ഒന്ന്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്യുക?
കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. രണ്ടാമത്തെ ലക്ഷ്യം പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ ലക്ഷ്യം കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ എന്ത് ചെയ്യുക? കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. നാലാമത്തെ ലക്ഷ്യം പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അതുപോലെ അഞ്ചാമത്തെ ലക്ഷ്യമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആറാമത്തെ ലക്ഷ്യം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. ഏഴാമത്തെ ലക്ഷ്യമാണ് സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. എട്ടാമത്തെ ലക്ഷ്യം ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇത്രയുമാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ അധ്യക്ഷൻ, നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ, പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും എന്നത് ഓർത്തിരിക്കുക. ഇനി ഉപാധ്യക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഉപാധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് എന്നത് ഓർത്തിരിക്കുക. ഉപാധ്യക്ഷന്റെ പദവി ആരുടെ പദവിക്ക് തുല്യമാണ്? ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് ഒരു ഉപാധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത്. പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ PSC സ്ഥിരം ചോദിക്കുന്നതാണ്. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയായിരുന്നു നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിലവിലെയും ആദ്യത്തെയും അധ്യക്ഷൻ മോദിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അത് ഓർത്തിരിക്കുക. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായ അരവിന്ദ് പനഗരിയയുടെ ബുക്കാണ് ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. എന്താണ് പുസ്തകത്തിന്റെ പേര്? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായ അരവിന്ദ് പനഗരിയുടെ പുസ്തകം ഏതാണ്? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു?
രാജീവ് കുമാർ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? രാജീവ് കുമാർ. നിലവിലെ ഉപാധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, സുമൻ ബേറിയാണ്. സുമൻ ബേറിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി പ്രഥമ CEO, ആദ്യത്തെ നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധു ശ്രീ ഖുള്ളർ ആയിരുന്നു. സിന്ധു ശ്രീ ഖുള്ളർ ആയിരുന്നു ആദ്യത്തെ CEO. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO സിന്ധു ശ്രീ ഖുള്ളർ ആണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി കൂടിയായിരുന്നു ആര്? സിന്ധു ശ്രീ ഖുള്ളർ തന്നെയാണ് അവസാനത്തെ മെമ്പർ സെക്രട്ടറി. ഇനി നിലവിലെ CEO ആരാണ്? നിലവിലെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം ആണ്. നിലവിലെ CEO, നീതി ആയോഗിന്റെ CEO. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. നിലവിലെ CEO ഓർത്തിരിക്കുക, നിലവിലെ ഉപാധ്യക്ഷൻ ഓർത്തിരിക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭരണസമിതിയിലെ അംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ സ്ഥിരം അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ അടുത്തതായിട്ട് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ. ഇപ്പോൾ നിലവിൽ 4 എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത്. 4 എക്സ് ഓഫീഷ്യോ അംഗങ്ങളുണ്ട്. അതായത് അനൗദ്യോഗിക അംഗങ്ങൾ 4 പേരുണ്ട്. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ഉണ്ടായിരിക്കും. ഇവരെല്ലാം അടങ്ങുന്നതാണ് ഭരണസമിതി എന്ന് പറയുന്നത്. അപ്പോൾ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, അതുപോലെ സ്ഥിരം അംഗങ്ങൾ ഉണ്ടായിരിക്കും. 4 ഇപ്പോൾ നിലവിൽ 4 എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത്, അനൗദ്യോഗിക അംഗങ്ങളാണുള്ളത്. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ഥിരം അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആരൊക്കെയാണ് ഈ മുഴുവൻ സമയ അംഗങ്ങൾ അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത്? VK സാരസ്വത് രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ, VK സാരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ. രണ്ടിടത്തും VK കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ VK സാരസ്വത്, VK പോൾ, രമേശ് ചന്ദ്, ഇവർ 3 പേരുമാണ് സ്ഥിരം അംഗങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ സമയ അംഗങ്ങൾ എന്ന് പറയുന്നത്. നിലവിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവരാണ് നിലവിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവരാണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതായത് പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് മലയാളത്തിൽ പറയും. സ്പെഷ്യൽ ഇൻവൈറ്റീസ്, പ്രത്യേക ക്ഷണിതാക്കൾ. അതിലാരൊക്കെയാണുള്ളത്? നിതിൻ ഗഡ്കരി ഉണ്ട്. പീയൂഷ് ഗോയൽ ഉണ്ട്.
ദെൻ ഇന്ദർജിത്ത് സിംഗ് ഉണ്ട്. വീരേന്ദ്ര കുമാർ, അശ്വിനി വൈഷ്ണവ് ഇവരെല്ലാമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സ്പെഷ്യൽ ഇൻവൈറ്റീസ്. നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ഇന്ദർജിത്ത് സിംഗ്, വീരേന്ദ്രകുമാർ, അശ്വിനി വൈഷ്ണവ് എന്നിവരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ ഈ താൽക്കാലിക അംഗങ്ങളെന്ന് പറഞ്ഞില്ലേ, താൽക്കാലികമായിട്ടുള്ള അംഗങ്ങളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ അനൗദ്യോഗിക അംഗങ്ങൾ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ്. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ ഇവരെല്ലാവരും കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ CEO ഇപ്പോഴത്തെ നിലവിലെ CEO ആരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, BVR സുബ്രഹ്മണ്യമാണ്. അപ്പോൾ CEOനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾ. നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 തിരിക്കാം. പ്രധാനമായിട്ടും 4 തലങ്ങളായിട്ടാണ് തിരിക്കാനായിട്ട് പറ്റുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെ 4 തലങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും. എന്താണ് നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും? 4 തലങ്ങളായിട്ട് നമുക്ക് നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെ തിരിക്കാം. നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും. 2, കോർപ്പറേറ്റീവ് ഫെഡറലിസം. 3, നിരീക്ഷണവും വിലയിരുത്തലും. 4, തിങ്ക് ടാങ്ക് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. എന്താണ് തിങ്ക് ടാങ്ക് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. ഇങ്ങനെ 4 തലങ്ങളായിട്ടാണ് നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും തിരിക്കുന്നത്. നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും, കോർപ്പറേറ്റീവ് ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, തിങ്ക് ടാങ്ക് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. ഇതാണ് നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് 4 തലങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി, അതുപോലെ തന്നെ പുതുച്ചേരി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നീതി ആയോഗിലെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹിയും പുതുച്ചേരിയുമാണ്. നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനം ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, NILERD, നിലേഡ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേട്ടോ. സ്വയം ഭരണാധികാര സ്ഥാപനമാണ് എന്നത് ഓർത്തിരിക്കുക. നീതി ആയോഗിൻ്റെ അറ്റാച്ച്ഡ് ഓഫീസ് എന്ന് പറയുന്നത് ഏതാണ്? ഡെവലപ്മെൻറ്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസാണ് കേട്ടോ. DMEO ആണ് നീതി ആയോഗിൻ്റെ അറ്റാച്ച്ഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസാണ്. അത് വന്നത് 2015 നിലവിൽ വന്നത്, അല്ലെങ്കിൽ സ്ഥാപിതമായത് എന്നുള്ളത് ഓർത്തിരിക്കുക. നീതി ആയോഗിൻ്റെ അറ്റാച്ച്ഡ് ഓഫീസാണ് ഡെവലപ്മെൻറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തത്, നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് കേട്ടോ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരിയിലാണ്. അതിൻ്റെ പേരെന്തുവായിരുന്നു? ടീം ഇന്ത്യ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യ സമ്മേളനത്തിൻ്റെ പേരാണ് ടീം ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്ര മോദി ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സമ്മേളനത്തിൻ്റെ. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച ഒരു സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. എന്താണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്ന് പറയുന്നത് എന്താണ്? 2022-23 കൂടിയിട്ട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച ഒരു സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്ന് പറയുന്നത്. 2021 നീതി ആയോഗ് ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ടിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നത് ഓർത്തിരിക്കുക. 2021 നീതി ആയോഗ് ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ടിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സുസ്ഥിര വികസന സൂചിക 2020-21 1-ാം സ്ഥാനം നേടിയതും നമ്മുടെ കേരളമാണ്. സുസ്ഥിര വികസന സൂചിക 2020-21 1-ാം സ്ഥാനം നേടിയതും നമ്മുടെ കേരളമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അടുത്തത്, നമുക്ക് നീതി ആയോഗിൻ്റെയും ആസൂത്രണ കമ്മീഷൻ്റെയും ഘടന തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ നീതി ആയോഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആസൂത്രണ കമ്മീഷൻ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഘടനയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ആദ്യം നീതി ആയോഗിലെ ആണെങ്കിലും ആസൂത്രണ കമ്മീഷൻ്റെ ആണെങ്കിലും ഘടനയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അധ്യക്ഷൻ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. ഇനി ഭരണസമിതി എന്ന് പറയുന്നത്, നീതി ആയോഗിൻ്റെ ഭരണസമിതി നമ്മളിപ്പോൾ പഠിച്ചു. ആരാണ്? ഗവേണിംഗ് കൗൺസിലാണ് കേട്ടോ. ഗവേണിംഗ് കൗൺസിൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ ഭരണസമിതി ഗവേണിംഗ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും, ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും, അല്ലേ? ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും, പ്രത്യേക ക്ഷണിതാക്കൾ, അതായത് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. ഇവരെല്ലാം ചേരുന്നതാണ് എന്ത്? ഭരണസമിതി, നീതി ആയോഗിൻ്റെ ഭരണസമിതി. എന്നാൽ ആസൂത്രണ കമ്മീഷൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, കേന്ദ്ര മന്ത്രിസഭ ഉണ്ടായിരിക്കും, മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ ഉണ്ടായിരിക്കും, പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അതാണ് ആസൂത്രണ കമ്മീഷൻ്റെ ഭരണസമിതി. നീതി ആയോഗിൻ്റെ ഭരണസമിതി ചോദിച്ചു കഴിഞ്ഞാൽ ഗവേണിംഗ് കൗൺസിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളത്. അത് നീതി ആയോഗിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. എന്നാൽ ആസൂത്രണ കമ്മീഷനിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്ന ആരാണ്? ക്യാബിനറ്റ്. ആസൂത്രണ കമ്മീഷനിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ക്യാബിനറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
അടുത്തത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, അനൗദ്യോഗിക അംഗങ്ങൾ. അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ നീതി ആയോഗിൽ ആരായിരുന്നു? കേന്ദ്ര മന്ത്രിസഭയിലുള്ളവരാണ് അല്ലേ? കേന്ദ്ര മന്ത്രിസഭയിലുള്ളവരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാൽ ആസൂത്രണ കമ്മീഷനിലോ ആസൂത്രണ മന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ വരിക. ആസൂത്രണ മന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ വരുന്നത്. ഇനി ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ കേസിൽ ആരാണ്? CEO ആണ്. ഇവിടെയാണെങ്കിലോ ആസൂത്രണ കമ്മീഷനിലാണെങ്കിൽ ആസൂത്രണ സെക്രട്ടറിയാണ്. ആസൂത്രണ സെക്രട്ടറിയാണ് ഓഫീസ് മാനേജ്മെന്റിൽ വരുന്നത്. നീതി ആയോഗിന്റെ കേസിലാണെങ്കിൽ CEO ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഘടനയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷനിലും നീതി ആയോഗിലും സെയിം ആണ്, പ്രധാനമന്ത്രി തന്നെയാണ്. ഭരണസമിതി ഘടനയിൽ വ്യത്യാസം, നീതി ആയോഗിൽ ആരാണ്? ഗവേണിംഗ് കൗൺസിലാണ്. ആസൂത്രണ കമ്മീഷനിലാകുമ്പോൾ NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ഇവിടെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് നീതി ആയോഗിൽ പ്രധാനമന്ത്രിയാണ്, ആസൂത്രണ കമ്മീഷനിൽ ക്യാബിനറ്റ് ആണ്. എക്സ് ഒഫീഷ്യോ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് നീതി ആയോഗിൽ കേന്ദ്രമന്ത്രിസഭയിലുള്ള മന്ത്രിമാരാണ്, ആസൂത്രണ കമ്മീഷനിലാണെങ്കിൽ ആസൂത്രണ മന്ത്രിമാരാണ്. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നീതി ആയോഗിൽ CEO ആണ്, ആസൂത്രണ കമ്മീഷനിലാണെങ്കിൽ ആസൂത്രണ സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നീതി ആയോഗും അതുപോലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നോട്ട്സ് എല്ലാം തയ്യാറാക്കിയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ് പറയുവാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്നെല്ലാം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുവാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്